രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. അതിനകത്ത് ഇച്ചിരി ടൊമാറ്റോയും സവാളയും അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിള്ളേർക്ക് കുടിക്കാനുള്ളതോടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ചായയൊക്കെ റെഡി ആയായിരുന്നു. അപ്പം ഞാൻ ചായയൊക്കെ ഒന്ന് ആറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഞങ്ങളുടെ ഒരു ചർച്ചിലെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടേ. അവരവിടെ ഞങ്ങൾക്ക് ചായ തന്നോടെ നല്ലൊരു മസാലയുടെ ടേസ്റ്റ്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് രണ്ട് മൂന്നും ഈ മസാലയുടെ നല്ലതെന്ന് പറഞ്ഞോണ്ടേ അവർ ഗുജറാത്തിൽ നിന്ന് എങ്ങാണ്ട് കൊണ്ടുവന്നെയാണ് കുറച്ച് പാക്കറ്റ് ഞങ്ങൾക്ക് തന്നു വിട്ട്. ഇഷ്ടമാവുകയാണെങ്കിൽ പിന്നെ പോകുമ്പം കൊണ്ടുവരാമെന്നും പറഞ്ഞു. അങ്ങനെ ഇന്ന് ആ മസാലയൊക്കെ ഇട്ട ചായ ഉണ്ടാക്കിയത്. അപ്പോൾ സാൻഡ്വിച്ചിനായിട്ട് ഞാൻ ബ്രെഡിൻ്റെ മുകളിൽ കുറച്ച് ടൊമാറ്റോ സോസും മയോണൈസും ഇങ്ങനെ വെച്ചിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മുടെ സവാളയും ടൊമാറ്റോയുടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ടിത് ഇങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. ഞാനിപ്പം ചെയ്യുന്നത് ഇതുപോലൊരു ടോസ്റ്ററിൻ്റെ അകത്ത് വെച്ചിട്ട് നമ്മുടെ ഈ ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കുക ചെയ്യുന്നത്. അന്നേരം നമ്മുടെ അകത്ത് വെച്ച് ഫില്ലിങ് വെളിയിൽ പോകത്തില്ല. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയായി. അതിനുശേഷം പിന്നെ കുറച്ച് ടൊമാറ്റോ നേരത്തെ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. ഇന്നലെയും പിന്നെ കുറച്ചുകൂടെ ടൊമാറ്റോ കൊണ്ടുവന്നു. അപ്പോൾ അതിൽ നിന്ന് ആ സോഫ്റ്റ് ആയിട്ടുള്ളതെല്ലാം ഞാൻ പറക്കി ഇന്ന് ടൊമാറ്റോ ചട്നി വയ്ക്കാമെന്ന് വെച്ചു. അതിനായിട്ട് 2 സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ളതെല്ലാം തിരഞ്ഞ് പറക്കി ഞാൻ അതിൻ്റെ മോടം ഇങ്ങനെ കളഞ്ഞിട്ട് കുറച്ച് നേരം അതൊന്ന് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നുണ്ട്. പിന്നെ അരി കഴുകി അരി അടപ്പത്തിടാനുണ്ടായിരുന്നു. പാത്രങ്ങളൊക്കെ കഴുകാൻ അവിടെ കിടക്കുന്നേ ഉള്ളൂ. അരിയും കൂടി ഇട്ടിട്ട് പിന്നെ പാത്രങ്ങൾ കഴുകാമെന്ന് വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകിയതിന് ശേഷം പിന്നെ ടൊമാറ്റോയൊക്കെ അരിഞ്ഞെടുത്തായിരുന്നു. അപ്പോൾ ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് ജീരകമാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ആ സവാളയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ഒന്ന് വഴറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇച്ചിരി കൂടുതലുണ്ട് ഈ ടൊമാറ്റോ. കാരണം ഞാൻ പറഞ്ഞില്ലേ അത് ഇത്തിരി സോഫ്റ്റ് ആയുള്ള ടൊമാറ്റോ ആയിരുന്നു. അതുകൊണ്ട് അത് ഇരുന്നാൽ അത് പന്നലായിപ്പോവും. അപ്പം കാരണം ഇവിടെ കൊച്ചിന് മോന് ഭയങ്കര ഇഷ്ടവുമാണ്. അപ്പം ഇട്ട് വെച്ചിരുന്നാലും നാളത്തേക്കിനോട് ഉപയോഗിക്കാമല്ലേ. അവനത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പം ടൊമാറ്റോ ചട്നിയൊക്കെ ഇവിടെ റെഡിയായി. ഞാൻ ലാസ്റ്റ് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ മത്തങ്ങയും പയറൂടെ ഇട്ട് കറി വെക്കാൻ നടപ്പത്ത് വെച്ച് കുക്കറിൽ വെച്ച് അത് 2-3 വിസിലടിച്ച് അതൊന്ന് വെന്ത് വന്നോണ്ടേ നന്നായിട്ട് അതൊന്ന് ഉടച്ചതിന് ശേഷം അതിലേക്ക് അരപ്പ് ചേർത്തിട്ടുണ്ട്. അരപ്പിനായിട്ട് തേങ്ങ, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ജീരകം ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ആ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പും ചേർത്തിട്ട് അതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുന്നുണ്ടെങ്കിൽ പിന്നെ ലാസ്റ്റിൽ നമുക്ക് കടുക് വറുക്കണം. ആ കടുക് വറുക്കുന്ന സമയത്ത് നല്ല ഒരു അരമുറി തേങ്ങ വറുത്ത് ചേർത്താൽ നല്ലതാണ്. ഞാനിപ്പോൾ ഒരു 1-2 ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളൂ. അപ്പം കടുക് കൂടെ വറുത്ത് ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പരിപ്പ് കറി മത്തങ്ങയും പയറൂടെ ഇട്ട കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സാധനം വാങ്ങിച്ചായിരുന്നു. അപ്പോൾ പഞ്ചസാരയൊക്കെ ടിന്ന് കാലിയായിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് ഇട്ടിട്ടുണ്ട്. പിന്നെ ഉഴുന്നും എല്ലാം വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്കിതിൻ്റെ ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ കാണണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ ഇട്ടിട്ടുണ്ട്.